Hi students, hello, welcome to the question discussion, zoology question discussion of the Great Indian Battle for plus 2. ഓക്കെ, നമുക്ക് അതിലെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്കിതിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും. അപ്പൊ ഈ രണ്ട് ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തത്, എങ്ങനെയാണ് അത് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇത് ശരിയായ ആൾക്കാർ അത് നിലനിർത്താൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ടെൻഷൻ അടിക്കാതെ എന്തുകൊണ്ടാണ് തെറ്റിയത് എന്ന് മനസ്സിലാക്കി തുടർന്നുള്ള എക്സാമിൽ ആ തെറ്റ് വരുത്താതിരിക്കുക. അത് കുറെ തെറ്റിപ്പോയത് കൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്നൊരു വിശ്വാസത്തിൽ ഇരിക്കാൻ പാടില്ല. തെറ്റുന്നത് കൊണ്ട് നമുക്ക് അത് എന്താണ് പിന്നീട് ഗുണം ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുക, തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് എന്തുകൊണ്ട് തെറ്റ് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളെ 136ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ദ എൻഡ് ഓഫ് ഫോളിക്കുലാർ ഫേസ് ഈസ് നോട്ട് ക്യാരക്ടറൈസ്ഡ് ബൈ എന്നാണ് ചോദ്യം. ഫോളിക്കുലാർ ഫേസുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്. നിങ്ങൾക്കറിയാം, ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെൻസ്ട്രുവൽ സൈക്കിളിന് 4 ഭാഗങ്ങൾ, 4 ഫേസുകൾ ഉണ്ട്. മെൻസ്ട്രുവൽ ഫേസ് ഉണ്ട്, ഫോളിക്കുലാർ ഫേസ് ഉണ്ട്, ഓവുലേറ്ററി ഫേസ് ഉണ്ട്, ലൂട്ടിയൽ. അതിൽ ഈ എൻഡ് ഓഫ് ഫോളിക്കുലാർ ഫേസിന്റെ അവസാനം നോക്കൂ, പീക്ക് ലെവൽ ഓഫ് FSH LH ഉണ്ടാവും. നിങ്ങൾക്കറിയാം, പീക്ക് ലെവൽ ഓഫ് FSH LH ഉണ്ടാവും എന്നുള്ളത് അറിയാം. കാരണം LH സർജ് നടക്കുന്നത് ആ സമയത്ത്, ഓവുലേഷൻ നടക്കുന്ന ആ സമയത്താണ്. മെച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിള് പൊട്ടാനാവുന്നത് ആ സമയത്താണ്. അത് ഓവുലേഷൻ നടക്കുന്നതിന് തൊട്ടും അതറിയാം. പ്രൊജസ്ട്രോൺ ലെവൽ ഷോ സ്റ്റഡി ഇൻക്രീസ്. പ്രൊജസ്ട്രോൺ ലെവല് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയോ, ഈ സമയത്ത് പ്രൊജസ്ട്രോൺ ലെവൽ കൂടില്ല. കാരണം പ്രൊജസ്ട്രോൺ ഉണ്ടാവണമെങ്കിൽ, ഹൈ ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ കൂടണമെങ്കിൽ എന്തുണ്ടാവണം, ഓവുലേഷൻ നടന്ന് ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂറ്റിയമായി മാറണം. പക്ഷേ ഈസ്ട്രോജൻ ലെവല് പീക്ക് ലെവലിലെത്തും. ഈസ്ട്രോജന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് LH സർജ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊജസ്ട്രോൺ ഒഴിച്ച് ബാക്കി FSH കൂടും, LH കൂടും, ഈസ്ട്രോജൻ കൂടും. ആഫ്റ്റർ ഓവുലേഷൻ ആണ് പ്രൊജസ്ട്രോൺ ലെവൽ കൂടുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 136, 3 is the right answer. സംഭവിക്കാൻ സാധ്യതയില്ലാത്തത് 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 136. ക്വസ്റ്റ്യൻ നമ്പർ 137, certain നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. certain contraceptive and their effects are given below. Identify correctly matched pair. ഇതിൽ ഏതാണ് ശരി എന്നുള്ളൊരു ചോദ്യമാണ്. നോക്കാം, വോൾസ് ആൻഡ് സർവിക്കൽ ക്യാപ്പ്. വോൾസും സർവിക്കൽ ക്യാപ്പും എന്താണ്? ബാരിയേഴ്സ് ആണ്, ഫീമെയിൽ ബാരിയേഴ്സ് ആണ്. മേക്ക് സർവിക്കൽ മ്യൂക്കസ് വിസ്കസ് എന്നുള്ളത് തെറ്റല്ലേ? സർവിക്കൽ മ്യൂക്കസ് വിസ്കസ് ആക്കുന്നത് ഹോർമോണുകളാണ്, അത് തെറ്റാണ്. സഹേലി പ്രിവെന്റ് ഓവുലേഷൻ അല്ല, ഹോർമോണൽ പിൽസുകളാണ് ഓവുലേഷൻ തടയുന്നത്. സഹേലി ഒരു നോൺ സ്റ്റിറോയിഡൽ കോമ്പിനേഷൻ ആണ്, അല്ലെ? ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. പിന്നെ മൾട്ടിലോഡ് 375 ഒരു കോപ്പർ റിലീസിങ് IUD ആണ്. സപ്രഷൻ ഓഫ് സ്പേം മോട്ടിലിറ്റി, ശരിയല്ലേ? സ്പേം മോട്ടിലിറ്റി കുറയ്ക്കുന്നു, ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി കുറയ്ക്കുന്നു. കോപ്പർ റിലീസിങ് IUD. മൾട്ടിലോഡ് 375 ഒരു കോപ്പർ റിലീസിങ് IUD ആണ്, കറക്റ്റ് ആണ്. LNG20 ബ്ലോക്ക് ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ്, അത് തെറ്റാണ്. അതായത് LNG20 എന്ന് പറയുന്നത് എന്തിൽ വരുന്നതാണ്? ഒരു ലെവനോജെസ്ട്രൽ 20 മൈക്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഹോർമോണലാണ്. അപ്പോൾ നമുക്കത് സർവിക്കൽ മ്യൂക്കസ് എന്താവാം, ക്വാളിറ്റി മാറ്റാം, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോവാം. ബ്ലോക്ക് ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സഹേലിയാണ്. അപ്പൊ ഇതിലൊക്കെ തെറ്റാണ്. തന്നിരിക്കുന്നതിൽ ശരിയുള്ളത് ഏതു മാത്രമാണ്? 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 137, 3 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 138 എടുക്കാം. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് റിഗാർഡിംഗ് എൻഡോക്രൈൻ ഓർഗാൻ ആൻഡ് ഹോർമോൺ സെക്രീറ്റഡ്. ഇത് ശരിക്കും നമ്മുടെ എവിടെ വരുന്നതാണ്? ഹ്യൂമൻ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് ശരിക്കും കെമിക്കൽ കോർഡിനേഷൻ അല്ല. നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ആണ് ഹോർമോൺ പഠിക്കുന്നതെങ്കിലും ഹ്യൂമൻ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. പ്ലാസെന്റ, HCG, HPL ആൻഡ് പ്രൊജസ്റ്റിറോൺ. ഇൻകറക്റ്റാ ചോദിച്ചത്. പ്ലാസെന്റ HCG HPL പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആണ്.
ഓവറി, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, റിലാക്സിൻ. ശരിയാണ്. കോർപ്പസ് ലൂട്ടിയം, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, HCG. തെറ്റല്ലേ? അതായത് പ്രോജസ്ട്രോൺ, ഹൈ ലെവൽ ഓഫ് പ്രോജസ്ട്രോൺ, ലോ ലെവൽ ഓഫ് ഈസ്ട്രോജൻ കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ HCG ഇല്ല. അത് തെറ്റാണ്. HCG ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ പ്ലാസന്റയുടെ ഹോർമോണാണ്. പിന്നെ ആന്റീരിയർ പിറ്റ്യൂട്ടറി, ആന്റീരിയർ അഡിനോ ഹൈപ്പോഫൈസിസിലെ ആന്റീരിയർ പിറ്റ്യൂട്ടറി, LH, FSH, പ്രൊലാക്റ്റിൻ. ഇത് ശരിയാണ്. അപ്പോൾ തെറ്റുള്ളത് 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 138, 3 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 139 എടുക്കാം. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1, 2, 3, 4 നമുക്ക് ഇങ്ങനെ പറയാം. വെസക്ടമി എന്താ? മെയിലുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് വെസക്ടമി എന്ന് പറയുന്നത്. ബ്ലോക്ക് ഗാമറ്റ് ട്രാൻസ്പോർട്ട് അതാണ് കൊടുക്കുക. വെസക്ടമി ആയാലും ട്യൂബക്ടമി ആയാലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ്. അതെന്ത് ചെയ്യുന്നു? ഗാമറ്റിന്റെ ട്രാൻസ്പോർട്ടിനെ തടയുന്നു, ഗാമറ്റ് ഫോർമേഷൻ തടയുന്നില്ല. ദെൻ സഹേലി എന്താ? സഹേലി ഈസ് എ നോൺ സ്റ്റിറോയിഡൽ വീക്ക്ലി വൺസ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ബ്ലോക്ക് ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ്. ഡി വരണം. പിന്നെ പ്രൊജസ്ട്രോജൻ, ഈസ്ട്രോജൻ പിൽസുകൾ എന്തു ചെയ്യുന്നു? അത് സപ്രസ് സ്പെർം മെർട്ടിലിറ്റി ആണോ, അല്ലെങ്കിൽ വേറൊന്നെന്താ ഇൻഹിബിറ്റ് ഓവുലേഷൻ ആണോ? ഇത് ഹോർമോണുകളാണ്. അതുകൊണ്ട് ഇൻഹിബിറ്റ് ഓവുലേഷൻ എന്നുള്ളതാണ് വരേണ്ടത്, അല്ലെ? അതേ സമയത്ത് കോപ്പർ T, കോപ്പർ 7 മൾട്ടിലോഡ്, ദേ ആർ ദ കോപ്പർ റിലീസിംഗ് IUDs. അതെന്ത് ചെയ്യുന്നു? സ്പെർം മോട്ടിലിറ്റി കുറയ്ക്കുന്നു, അതായത് സപ്രസ് സ്പെർം മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി. അപ്പോൾ അവിടെ എ വരണം. അപ്പൊ BDCA എന്നുള്ള ഓപ്ഷൻ ആണ്. BDCA എന്ന് പറഞ്ഞാൽ 2 is the right answer for question number 139. Okay, 139 1 is the right answer. ഇനി question number 140 എടുക്കാം. ഡ്യൂറിംഗ് ദ ഫോളിക്കുലാർ ഫേസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ, ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ദ ഫോളിക്കുലാർ ഫേസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ, വീണ്ടും ഫോളിക്കുലാർ ഫേസിൽ വരുന്നു. ഈസ്ട്രോജൻ ഈസ് സെക്രീറ്റഡ് ബൈ. ഫോളിക്കുലാർ ഫേസ് ഇസ് എ സെക്കൻഡ് ഫേസ്. ആ ഫേസില് ഈസ്ട്രോജനെ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ് ആണോ? അല്ല. പിന്നെ ആന്റീരിയർ ലോബോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ആന്റീരിയർ ലോബോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് യൂട്രസ്. തെറ്റല്ലേ? അതും തെറ്റാണ്. ഡെവലപ്പിംഗ് ഒവേറിയൻ ഫോളിക്കിൾ, അത് ശരിയാണ്. പോസ്റ്റീരിയർ ലോബോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ല. ആന്റീരിയർ ലോബുമല്ല, പോസ്റ്റീരിയർ ലോബുമല്ല. ആന്റീരിയർ ലോബ് FSH, LH തുടങ്ങിയിരിക്കുന്ന ഗൊണാഡോട്രോപ്പിനെ റിലീസ് ചെയ്യുന്നു. പോസ്റ്റീരിയർ ലോബ് നമ്മുടെ ഓക്സിറ്റോസിൻ, വാസോപ്പസിൻ പോലുള്ളതാണ്. അതൊന്നും അല്ല. പക്ഷേ നിങ്ങൾക്കറിയാം, ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാവുന്നത് പ്രൈമറി ഫോളിക്കിൾ. അത് FSHന്റെ ആക്ഷൻ കാരണം അത് സെക്കൻഡറി ഫോളിക്കിൾ ആയിട്ട് മാറും. സെക്കൻഡറി ഫോളിക്കിൾ ടെർഷറി ആവും. അതിലുള്ള തീക്ക ഇന്റേണൽ ലെയർ ചില സ്റ്റിറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ആ ഗ്രാനുലോസ സെൽസ് അതിനെ സ്റ്റിറോയിഡ് ഹോർമോണായ ഈസ്ട്രോജൻ ആക്കി മാറ്റും. അപ്പൊ ടെർഷറി ഫോളിക്കിളിൽ നിന്നാണ് ഈസ്ട്രോജൻ ഉണ്ടാവുന്നത്. അതായത് ഡെവലപ്പിംഗ് ഒവേറിയൻ ഫോളിക്കിൾ എന്നുള്ള ഉത്തരമാണ് ഇവിടെ വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 143 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 141 നോക്കാം. ഇതും ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. എപ്പിഡെർമിസ് ലീഡ് ടു, എപ്പിഡെർമിസ് കഴിഞ്ഞാൽ വാസ് ഡെഫറൻസ് that ascend to the abdomen and loop over urinary bladder. സെമിനിഫറസ് ട്യൂബ്യൂൾ റെക്ടറ്റസ്റ്റിസ്, വാസ എഫ്രൻഷ്യ, അത് കഴിഞ്ഞാലുള്ള ഭാഗമാണ് ഹൈലി കോയിൽഡ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ വാസ് ഡെഫറൻസ് ആണ്. അത് അസെൻഡ് ദ ആബ്ഡമൻ, ആബ്ഡമിലേക്ക് കയറുന്നു. ലൂപ്പ് ഓവർ യൂറിനറി ബ്ലാഡർ, കറക്റ്റ് ആണ്, അത് ശരിയാണ്. ഇനി എന്താ നമ്മൾ പറയുന്നത്? മെയിൽ അസസറി ഡക്ട്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണം: റെറ്ററ്റസ്റ്റിസ്, വാസ എഫ്രൻഷ്യ, എപ്പിഡെർമിസ് ആൻഡ് വാസ് ഡെഫറൻസ്. മെയിൽ അസസറി ഡക്ട് സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് സ്പേം ഫ്രം ടെസ്റ്റിസ് ടു ദ ഔട്ട്സൈഡ് ത്രൂ യുറേത്ര, കറക്റ്റ് ആണ്. അതുകൊണ്ട് രണ്ടും ശരിയാണ്. ബോത്ത് 1 and 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. 1 is the right answer for question number 141. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 141 എടുത്ത് 142 എടുക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 142, which of the following is incorrectly matched
റിഗാർഡിംഗ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അഗൈൻ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് തെറ്റുള്ളത് എന്നാണ് ചോദ്യം. നോക്കാലോ. വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ ട്രാൻസ്പോർട്ട് സ്പേം ഫ്രം റെറ്റെ ടെസ്റ്റിസ് ടു എപ്പിഡിഡിമിസ്. റെറ്റെ ടെസ്റ്റിസിനും എപ്പിഡിഡിമിസിനും ഇടയ്ക്കുള്ള ഭാഗമാണ് വാസ എഫറൻഷ്യ. ശരി. എപ്പിഡിഡിമിസ് സ്റ്റോറേജ് ദ സ്പേം അപ് ടു ഇജാക്കുലേഷൻ. ടെമ്പറലി സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നതും മെച്ചർ ചെയ്യുന്നതും എപ്പിഡിഡിമിസിലാണ്. ശരി. ഇജാക്കുലേറ്ററി ഡക്ട് ട്രാൻസ്പോർട്ട് സ്പേം ഇൻ ടു യുറേത്ര. ശരിയല്ലേ? വാസ് ഡെഫറൻസ് സെമിനൽ വെസിക്കുള്ള ട്യൂബുമായി കൂടിച്ചേർന്നുള്ളതാണ് ഇജാക്കുലേറ്ററി ഡക്ട്. അത് സ്പേമിനെ യുറേത്ര എത്തിക്കുന്നു. അതും ശരിയാണ്. വാസ് ഡെഫറൻസ് ജോയിന്റ് വിത്ത് പ്രോസ്റ്റാറ്റിക് ഡക്ട് അല്ല. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഡക്ട് അല്ല. ഡക്ട് ഫ്രോം സെമിനൽ വെസിക്കിൾ ആണ്. അപ്പോ അതുകൊണ്ടാണ് ഇജാക്കുലേറ്ററി. അപ്പോൾ ശരിക്കും വാസ് ഡെഫറൻസും ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിളുമാണ് നമ്മൾ പറയുന്ന ഇജാക്കുലേറ്ററി. കാരണം പ്രോസ്റ്റാറ്റിക് ഡക്ട് അല്ല, ഡക്ട് ഫ്രം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അല്ല, ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിൾ ആണ്. അതുകൊണ്ട് അത് തെറ്റാണ്. സോ ഇൻകറക്റ്റ് വൺ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 142. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 143 എടുത്താലോ. 142 ക്വസ്റ്റ്യൻ നമ്പർ 143 എടുക്കാൻ നമുക്ക്. അറേഞ്ച് ദ പ്രോപ്പർ സീക്വൻസ് ഓഫ് പാത്വേ ഓഫ് സ്പേം ഫ്രം ടെസ്റ്റിസ് ടു ഔട്ട്സൈഡ്. സെമിനിഫറസ് ട്യൂബ്യൂൾ തുടങ്ങി പുറത്തേക്ക് വരുന്ന ക്രമത്തിൽ എങ്ങനെയാണ് ഡക്റ്റുകളെ ക്രമപ്പെടുത്തുക? നമുക്ക് നോക്കാം. വാസ് ഡെഫറൻസ് ഉണ്ട്, റെറ്റെ ടെസ്റ്റിസ് ഉണ്ട്, സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്, വാസ എഫറൻഷ്യ ഉണ്ട്, യുറേത്ര ഉണ്ട്, എപ്പിഡിഡിമിസ് ഉണ്ട്. ഈ ഓർഡറിൽ നമ്മൾ ഇത് പറയണം. അപ്പൊ നമുക്കറിയാം ആദ്യമായിട്ട് വരേണ്ടത് സി ആണ്, സെമിനിഫറസ് ട്യൂബ്യൂൾ. അവിടെയാണ് സ്പേം ഉണ്ടാവുന്നത്. തൊട്ടടുത്തത് ഏതാണ്? റെറ്റെ ടെസ്റ്റിസ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾ കഴിഞ്ഞാൽ റെറ്റെ ടെസ്റ്റിസ് ആണ്. അത് കഴിഞ്ഞാൽ വാസ എഫറൻഷ്യയാണ്. അപ്പൊ അതിവിടെ 3 വരും. അത് കഴിഞ്ഞാൽ എപ്പിഡിഡിമിസ് ആണ് 4. അത് കഴിഞ്ഞിട്ട് വാസ് ഡെഫറൻസ് ആണ് 5. അത് 5 എണ്ണമായി. ഇനി എന്താ ഉള്ളത്? ഇനി അത് കഴിഞ്ഞാൽ ഇനി യുറേത്ര മാത്രമേ ഉള്ളൂ 6. വാസ് ഡെഫറൻസ് കഴിഞ്ഞ് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ടാണ് അത് യുറേത്രയിൽ എത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഓർഡർ എന്ത് വരും? ആദ്യം സി വരണം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം സി, അത് കഴിഞ്ഞാൽ പിന്നെ 2 എന്ന് പറയുന്നത് ബി, സി ബി, പിന്നെ 3 എന്ന് പറയുന്നത് ഡി, പിന്നെ 4 എന്ന് പറയുന്നത് എഫ്, പിന്നെ 5 എന്ന് പറയുന്നത് എ, 6 എന്ന് പറയുന്നത് ഇ. ഈ ഓർഡറിൽ വരണം. സി ബി ഡി എഫ്, സി ബി ഡി എഫ് എ ഇ. സോ 4 is the right answer for question number 143. ഓക്കെ. ഇനി ഇത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 144 എടുക്കാൻ നമുക്ക്. ഇത് നമുക്ക് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ബി സി ഡി പറയണം. നോക്കാം. ട്രോഫോബ്ലാസ്റ്റ് എന്താ? ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റിലെ ഔട്ടർ ലെയർ ആണ്. ഔട്ടർ ലെയർ ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച്ഡ് ടു എൻഡോമെട്രിയം. 3 വരും. പിന്നെ അതേപോലെ തന്നെ അപ്പൊ നമുക്ക് മനസ്സിലായി ഇതും അല്ല. ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. ക്ലീവേജ് എന്താ? ക്ലീവേജ് ഇസ് ദ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് ദ സൈഗോട്ട് ആണ്. അപ്പോൾ 4 വരണം. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു 2 എന്നുള്ളത്. കാരണം ഇവിടെ 1 ആണ് വന്നത്. അപ്പൊ ഇതും അല്ല. 2 is a right answer. നമുക്ക് ബാക്കിയൂടെ പറയണമല്ലോ. ഇനി അടുത്തെന്താ? ഇന്നർ സെൽ മാസ് എന്താ? ഗ്രൂപ്പ് ഓഫ് സെൽ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു എംബ്രിയോ. 2 വരും. കറക്റ്റ് ആണ്. ഇംപ്ലാന്റേഷൻ എന്താ? embedding of blastocyst in the endometrium, attachment of blastocyst into the endometrium ആണ് implantation. അതും ശരി. അപ്പൊ 3 4 2 1 3 4 2 1. So 2 is the right answer for question number 144. ഇനി question number 145 എടുത്താലോ. Find the mismatched pair. ഇതിലേതാണ് mismatched pair എന്ന് നമുക്ക് നോക്കണം അല്ലേ? mismatched pair ഏതാണ്? സഹേലി നോൺ സ്റ്റിറോയിഡൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ശരിയാണ്. ദെൻ ആംനിയോസെന്റസിസ് അതുവഴി എന്ത് ചെയ്യുന്നു? ഡിറ്റക്ട് ഡൗൺ സിൻഡ്രോം. ഇത് നമ്മുടെ പ്രധാനമായിട്ടും ഈ ക്വസ്റ്റ്യൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ക്വസ്റ്റ്യൻ അല്ലേ? അതായത് സഹേലി ഒരു നോൺ സ്റ്റിറോയിഡൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്. ശരിയാണ്. ആംനിയോസെന്റസിസ് വഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ക്രോമസോമൽ ഡിസോർഡേഴ്സും ചില മെന്റേലിയൻ ഡിസോർഡേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. ശരിയാണ്. ഇംപ്ലാന്റ്സ് ആൻഡ് ഇൻജെക്ടഡ് കണ്ടെയ്ൻ പ്രൊജസ്ട്രോജൻ അല്ലെ, സിന്തറ്റിക് പ്രൊജസ്ട്രോൺ ഉണ്ട് അതിനകത്ത്. ഇംപ്ലാന്റ്സിലും ഇൻജെക്റ്റബിൾ ഹോർമോണലാണ്. അതും ശരിയാണ്.
ലാക്ടേഷണൽ അമിനോറിയ, അതിൽ ഹൈ ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ ബ്ലോക്ക് GnRH. ഇവിടെ ഹൈ ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ ബ്ലോക്ക് GnRH അല്ല, അല്ലെ? ഇവിടെ നമ്മൾ ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയുമ്പോൾ പ്രൊലാക്റ്റിന്റെ അളവിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലാണ് GnRHൽ വ്യത്യാസം വരുത്തുന്നത്, പ്രൊജസ്ട്രോൺ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. അപ്പൊ മിസ്മാച്ച്ഡ് 1 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 145 4 is the right answer. നമ്മളോട് മിസ്മാച്ച്ഡ് ആ ചോദിച്ചത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 146 എടുക്കാം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ പ്രൊമോട്ട് പാർച്ചുറേഷൻ? ഇതിൽ ഏതൊക്കെ പാർച്ചുറേഷനെ സഹായിക്കും? ശ്രദ്ധിക്കണം, പ്രഗ്നൻസിനെ അല്ല, പാർച്ചുറേഷനെ സഹായിക്കുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഹൈ ഈസ്ട്രോജൻ ലെവൽ, ഡെഫിനറ്റ്ലി ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ കൂടിയാൽ, പ്രോജസ്ട്രോൺ ഈസ്ട്രോജൻ റേഷ്യോ കൂടിയാൽ പ്രഗ്നൻസിയാണ്. അതേസമയത്ത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ അല്ലെങ്കിൽ പ്രോജസ്ട്രോൺ ഈസ്ട്രോജൻ റേഷ്യോ കുറയുക, അത് ചുരുക്കി പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ കുറയുകയും ഈസ്ട്രോജൻ കൂടുകയും ചെയ്യുമ്പോൾ പാർച്ചുറേഷൻ ആണ്. അതാണ് കാരണം, അത് പാർച്ചുറേഷനെ സഹായിക്കും. അപ്പൊ അത് ശരിയാണ്. പിന്നെ അടുത്തത് ഹൈ പ്രൊജസ്ട്രോൺ ലെവൽ വരാൻ പാടില്ല. ഹൈ പ്രൊജസ്ട്രോൺ ലെവൽ വന്നാൽ പ്രഗ്നൻസി ഉണ്ടാവുള്ളൂ, പാർച്ചുറേഷൻ ഇല്ല. കാരണം പ്രഗ്നൻസി ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ, നേരെ ഓപ്പോസിറ്റ് ആണത്. പിന്നെ ലോ റിലാക്സിൻ ലെവൽ വരരുത്. റിലാക്സിൻ കൂടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, പ്യൂബിക് സിംഫൈസിസ് ഒക്കെ റിലാക്സ് ചെയ്യേണ്ടത്. പിന്നെ ഹൈ കോർട്ടിസോൾ ലെവൽ, കോർട്ടിസോൾ ലെവൽ കൂടണം, അത് ശരിയാണ്. പിന്നെ ഹൈ ഓക്സിറ്റോസിൻ ലെവൽ, ഓക്സിറ്റോസിൻ കൂടുമ്പോഴാണ് മസിൽ കൺട്രാക്ഷൻ, മയോമെട്രിയും കൺട്രാക്ട് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ വരണം? അതില് 1 വരണം, 4 വരണം, 5 വരണം. സോ 2 is the right, 4 is the right answer for question number 146. 4 ആണ് വരിക. 1 4 5 അല്ല 1 4 5. യെസ്. So 4 is the right answer for question number 146. ഇനി question number 147 എടുത്താലോ. ലെയേഴ്സ് ഓഫ് സെക്കൻഡറി oocyte അല്ലെ, ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. നമ്മുടെ ഓവത്തിന്റെ, അതായത് സെക്കൻഡറി oocyteന്റെ ഔട്ടർ ടു ഇന്നർ ലെയേഴ്സ് ഏതൊക്കെയാണ്? ഏറ്റവും പുറത്തുള്ളത് കൊറോണ റേഡിയേറ്റയാണ്. അത് സോണ പെലിസിയുടെ എല്ലാ പ്ലാസ്മ മെംബ്രെയിനും അല്ല. അതുകൊണ്ട് തന്നെ 1 2 ഓപ്ഷനാണ് ഇതിൽ വരേണ്ടത്. അത് നമുക്കറിയാം. കൊറോണ റേഡിയേറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ? സോണ പെലിസിഡ് ആണ്, പെരിവിറ്റലൈൻ അല്ല. കൊറോണ റേഡിയേറ്റ് ഏറ്റവും പുറത്ത്, അതൊരു സെല്ലുലാർ ലെയർ ആണ്. അതിന്റെ ഉള്ളിൽ ഒരു നോൺ സെല്ലുലാർ ലെയറായ സോണ പെലിസിഡ, അതിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? പ്ലാസ്മ മെംബ്രെയിൻ. അതിന്റെ പുറത്തുള്ള സ്പേസിനെയാണ് പെരിവിറ്റലൈൻ സ്പേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പ്ലാസ്മ മെംബ്രെയിൻ. സോ 1 is the right answer for question number 147. ഓക്കെ, ഇനി നമുക്ക് question number 148 എടുക്കാം. അപ്പൊ ഇത് എവിടുന്ന ക്വസ്റ്റ്യൻ ആണ്? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഇനി നമ്മൾ എടുക്കുന്നത് 148 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയർ. തെറ്റുള്ളത് ഏതാണ് നോക്കാം. മെമ്മറി ഗ്ലാൻഡ്, ഇത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. മെമ്മറി ഗ്ലാൻഡ്, ഗ്ലാൻഡുലാർ ടിഷ്യൂ ആൻഡ് വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റ്, ശരിയാണ്. മെമ്മറി ലോബ്, 15 to 20 ലോബുകളാണ് ഉള്ളത്, അതും ശരിയാണ്. മെമ്മറി ഡക്ട്, ഡക്ട് ഓഫ് മെമ്മറി ആൽവിയോളസ്, ഇതിവിടെ തെറ്റാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ മെമ്മറി ഡക്ട് എന്ന് പറഞ്ഞാൽ മെമ്മറി ട്യൂബ്യൂൾ ആണ്. ഡക്ട് ഓഫ് മെമ്മറി ആൽവിയോൾ എന്താണെന്നറിയോ? മെമ്മറി ഡക്ട് അല്ല, മെമ്മറി ട്യൂബ്യൂൾ ആണ്. മെമ്മറി ട്യൂബ്യൂൾ കൂടി ചേർന്നിട്ടാണ് മെമ്മറി ഡക്ട് ആവുന്നത്. അപ്പൊ ചെറുതുനിന്ന് വലുതിലോട്ട് പോകുമ്പോൾ ആൽവിയോൾസിന്റെ ഡക്ട് കൂടി ചേർന്നാൽ മെമ്മറി ട്യൂബ്യൂൾ ആണ്. മെമ്മറി ട്യൂബ്യൂളുകൾ കൂടിച്ചേരുമ്പോഴാണ് മെമ്മറി ഡക്ട്. അത് കൂടിച്ചേരുമ്പോഴാണ് മെമ്മറി ആംബ്യൂള. പിന്നീടാണ് ലാക്ടിഫറസ് ഡക്ട് വിച്ച് ഓപ്പൺ ടു ഔട്ട്സൈഡ് എന്നാണ്. അപ്പൊ അതാണ് അവിടെ തെറ്റ്. ലാക്ടിഫറസ് ഡക്ട് ട്രാൻസ്പോർട്ട് മിൽക്ക് ഫ്രം ആംബ്യൂള ടു നിപ്പിൾ, അത് ശരിയാണ്. ആംബ്യൂള, മെമ്മറി ആംബ്യൂള കഴിഞ്ഞാൽ നിപ്പിളിന്റെ ഇടയ്ക്കുള്ള ഭാഗമാണ് ലാക്ടിഫറസ് ഡക്ട്, അതും ശരിയാണ്. അപ്പോ ഇവിടെ മൂന്നാമത്തതാണ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 148, 3 is the incorrect statement and correct answer. Question number 148. Question number 149, following list of STD is a reproductive health question. അല്ലെ, following list of STD, select the disease which is correctly described. കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം നമുക്ക്. അത് ഇവിടെ കുറെ എണ്ണം ഉണ്ട്, കുറെ എണ്ണം ശരിയുണ്ട്, കുറെ എണ്ണം തെറ്റുണ്ട്. ഏതാന്ന് നോക്കാം. അതായത് ജനൈറ്റൽ വാർഡ്സ്. ജനൈറ്റൽ വാർഡ്സ് ഒരു വൈറൽ ഡിസീസ് ആണ്. ജനൈറ്റൽ വാർഡ്സ് എന്ന് പറയുന്നത്
അല്ലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്ന ഒരു വൈറൽ ഡിസീസാണ്. ജനൈറ്റൽ ഹെർപ്പിസ് കോസ്ഡ് ബൈ ബാക്ടീരിയ അല്ല, അല്ലെ HSV എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. അതല്ലേ അത് ഹെർപ്പിസ് വൈറസ് ആണ്, ഹെർപ്പിസ് വൈറസ് ആണ് ഉണ്ടാക്കുന്നത്, അല്ലെ. അത് അപ്പൊ എന്താണ്, അതൊരു ബാക്ടീരിയൽ ഡിസീസ് അല്ല. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ട്രിപ്പോനീമ പല്ലിഡം, ശരിയാണ്. പിന്നെ ഹെപ്പാറ്റൈറ്റിസ് ബി ഈസ് കോസ്ഡ് ബൈ HIV അല്ല, HBV ആണ്. HIV ഉണ്ടാക്കുന്നത് എയ്ഡ്സ് ആണ്. പിന്നെ ട്രൈക്കോമോണിയാസിസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്നത് ട്രൈക്കോമോണ വെജൈനാലിസ് എന്ന് പറയുന്ന പ്രോട്ടോസോവ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ്ലി ഡിസ്ക്രൈബ്ഡ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് കറക്റ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആണ്, പിന്നെ മൂന്നാമത്തത് കറക്റ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആണ്, അഞ്ചാമത്തതും. അപ്പൊ ACE എന്ന ഓപ്ഷൻ ഉണ്ട്. 2 is the right answer for question number 149. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 150 നോക്കാം. നമുക്ക് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ABCD. ഇതും ഇതേപോലെ തന്നെ എവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കാം. മാച്ച് ദ ഫോളോയിങ് STD ആൻഡ് ദർ കോസറ്റീവ് ഏജന്റ്. ശ്രദ്ധിച്ചാ മതി. ഗൊണേറിയ ആരാ ഉണ്ടാക്കുന്നത്? ഇസ് എ ബാക്ടീരിയ കോൾഡ് നിസേറിയ ഗൊണേറിയെ. അപ്പൊ നിസേറിയ എന്നുള്ള 2 എന്നുള്ള ഓപ്ഷൻ വരണം. 2 എന്നുള്ള ഓപ്ഷൻ ആകെ ഒന്നിലേ ഉള്ളൂ, അത് ഒന്നാണ്. പക്ഷെ നമുക്ക് ബാക്കിയൂടെ നോക്കണം. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ട്രിപ്പോനീമ പെല്ലിഡം എന്ന ബാക്ടീരിയയാണ്. അപ്പൊ അതിവിടെ 3 വരും. പിന്നെ ജനൈറ്റൽ വാർഡ്സ് നേരത്തെ നമ്മൾ പറഞ്ഞു. HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അത് 4 വരും, വൈറലാണ്. പിന്നെ എയ്ഡ്സ് HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പൊ 2, 3, 4, 1 2, 3, 4, 1. So 1 is the right answer for question number 150. is a question from reproductive health. അപ്പൊ 150 ക്വസ്റ്റ്യൻ ആയി അല്ലെ. 150 നമ്മൾ 15 ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി 151ാമത്തെ ക്വസ്റ്റ്യൻ. 150 നമ്മൾ 1 പറഞ്ഞു. 151ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ബർത്ത് കൺട്രോൾ പിൽസ് ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ബർത്ത് കൺട്രോൾ പിൽസ് കണ്ടെയ്ൻ സിന്തറ്റിക് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. ഹൗ മച്ച് ദീസ് ഹോർമോൺ പ്രിവെന്റ് പ്രഗ്നൻസി? ഈ ഹോർമോണുകൾ എങ്ങനെയാണ് പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ദേ കോസ് കോർപ്പസ് ലൂട്ടം ഡീജനറേറ്റ് ചെയ്യാണോ? അല്ല. ദേ ഇൻഹിബിറ്റ് ദ പിറ്റ്യൂട്ടറി from secretion of FSH and LH and the ovulation does not occur. FSH-ഉം LH-ഉം കുറയുന്നു, അതുവഴി ഓവുലേഷൻ നടക്കുന്നില്ല. അതാണ്. ദേ കോസ് ലൈനിങ് ഓഫ് യൂട്രസ് സ്ലോട്ട് ഓഫ് അല്ല. പിന്നെ അതേപോലെ തന്നെ ദേ ട്രിഗർ ദ പ്രിമാച്ചുർ ഓവുലേഷനും അല്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 151, 2 ഈസ് ദ റൈറ്റ് ആൻസർ. 151. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 152 എടുക്കാം നമുക്ക്. ഐഡന്റിഫൈ, നമ്മളെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒരു ക്വസ്റ്റ്യൻ അല്ലെ, സ്പെർമേറ്റോജനസിസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നിങ്ങൾക്കറിയാം, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്പെർമേറ്റോഗോണിയയ്ക്ക് എന്താ സംഭവിക്കുക? മൈറ്റോസിസ് ആണ് സംഭവിക്കുക, മൈറ്റോസിസ്. അത് കഴിഞ്ഞിട്ട് പ്രൈമറി സ്പെർമേറ്റോസൈറ്റിന് എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് മിയോസിസ് 1. അടുത്ത എന്താ സംഭവിക്കുക? മിയോസിസ് 2 അല്ലെ. അടുത്തത് സ്പെർമാറ്റിഡ് സ്പേം ആവുന്ന പ്രോസസ് സ്പെർമിയോജനസിസ് ആണ്. അത് മൈറ്റോസിസും മിയോസിസ് അങ്ങനെയല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? A ഈസ് ഈക്വൽ ടു മൈറ്റോസിസ്, B ഈസ് ഈക്വൽ ടു മിയോസിസ് 1, C ഈസ് ഈക്വൽ ടു മിയോസിസ് 2, D ഈസ് ഈക്വൽ ടു സ്പെർമിയോജനസിസ് ഈസ് ദ കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻ ടു സ്പെർമാറ്റോസോവ. അപ്പോ കറക്റ്റ് എക്സ്പ്ലനേഷൻ 1 അല്ലേ, അല്ലാതെ മിയോസിസ് അല്ല ആദ്യത്തത്. മൈറ്റോസിസ് മൈറ്റോസിസ് അല്ല. മൈറ്റോസിസ് മിയോസിസ് പക്ഷെ അടുത്തത് മൈറ്റോസിസ് അല്ല. എല്ലാം ശരിയുള്ളത് 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 152, 1 is the right answer. Okay, it's a question from spermatogenesis, human reproduction. 152. ഇനി 153ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is true for ejaculate the normal fertility? നോർമൽ ഫെർട്ടിലിറ്റി നടക്കണമെങ്കിൽ നമ്മളെ ഇജാക്കുലേറ്റില് സെമനില് എന്തൊക്കെ ഉണ്ടാവണം
എന്നുള്ള കാര്യമാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കൃത്യമായി പറയുന്ന കാര്യമാണ്. pH ഓഫ് ദ സെമൻ ഷുഡ് ബി അസിഡിക്. ഒരു കാരണവശാലും അസിഡിക് ആവരുത്. കാരണം സ്ത്രീ ശരീരത്തിൽ അസിഡിക് ആയതുകൊണ്ടാണ് അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കലൈൻ നാച്ചുറുള്ള ഒരു ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നത് പുരുഷൻ. അപ്പൊ അത് തെറ്റാണ്. കൗണ്ട് ഓഫ് 200 to 300 ബില്യൺ അല്ല, 200 to 300 മില്യൺ ആണ്. അത് തെറ്റാണ്, ബില്യൺ അല്ല. പിന്നെ 60% ഓഫ് ദ സ്പേം ഷുഡ് ഹാവ് എ നോർമൽ സൈസ് ആൻഡ് ഷേപ്പ്. അത് ശരിയാണ്. 60% നോർമൽ സൈസും ഷേപ്പും ഉണ്ടാവണം. 60% ഓഫ് സ്പേം ഷുഡ് വിഗറസ്. അത് തെറ്റാണ്. 60% അല്ല 40, അതിലുള്ള 40% വിഗറസ് മോട്ടിലിറ്റി ഉണ്ടാവണം. അപ്പൊ അതിൽ ശരിയുള്ളത് 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 153 is a question from human reproduction. അല്ലെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 154 എടുക്കാം. Which of the following statement is incorrect regarding art? റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയില് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ തെറ്റുള്ളത് ഏതാ നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പേം into the healthy donor into the vagina is the artificial insemination. ഡോണറിന്റെ അടുത്തുനിന്ന് സ്പേമിനെ കളക്ട് ചെയ്ത് സ്ത്രീയുടെ വജൈനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. കറക്റ്റ് ആണ്. ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ into the fallopian tube in SIFT. കറക്റ്റ് ആണ്. സൈഗോട്ട് ഇൻട്രോ ഫെലോപ്പിയൻ ട്രാൻസ്ഫറിലെ 8 വരെയുള്ള either zygote or early embryo up to 8 cell is transferred in the fallopian tube. അത് ശരിയാണ്. Introduction of sperm from donor into the uterus is called IUT. ഇത് തെറ്റാണ്. Introduction of sperm from the donor into the uterus നമ്മൾ IUI എന്നാ പറയുക, IUT അല്ല. IUT ഒരു IVF മെത്തേഡാണ്. 8ൽ കൂടുതൽ ബ്ലാസ്റ്റോമിയർ ഉള്ള ആ ഒരു കണ്ടീഷനെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് IUT എന്ന് പറയുക. മറ്റേത് IUI ആണ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഓം ഫ്രം ഡോണർ ഇൻ ടു ഫെലോപ്പിയൻ ട്യൂബ്, അത് ഗിഫ്റ്റ് ആണ്. ഗമറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പൊ ഇതിൽ തെറ്റുള്ളത് 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 154 3 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 155 എടുക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് oogenesis. oogenesisനെ ഇത് നിങ്ങൾക്ക് പലപ്പോഴും തെറ്റാൻ ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, തെറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് ഡെവലപ്മെന്റ് സ്റ്റേജ് വെൻ മില്യൺസ് ഓഫ് ഓഗോണി ആർ ഫോംഡ് ഇൻ ഈച്ച് ഫീറ്റൽ ഓവറി. ശരി. ഗ്രാഫിയൻ ഫോളിക്കൽ റപ്ചർ ആൻഡ് റിലീസ് ഓഫ് സെക്കൻഡറി oocyte by a process called ovulation. ശരി. At puberty only 60,000 80,000 primary follicles are left in each ovary. ശരി. Secondary oocyte within the tertiary follicle grows in size and complete its second meiotic division. പെട്ടെന്ന് ഇത് ശരിയാണ് നമുക്ക് തോന്നും, പക്ഷെ ഇവിടെ ഒരു തെറ്റുണ്ട്. സെക്കൻഡറി oocyte within the tertiary follicle grow in size and complete meiotic division. പക്ഷെ അത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അല്ല, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ആണ്. ഓക്കെ, സെക്കൻഡറി oocyte വിതിൻ ദ ടെർഷറി ഓവറി അല്ല, ഇതും തെറ്റാണ്. അതായത് ഈ ടെർഷറി ഫോളിക്കുള്ള സെക്കൻഡറി oocyte അല്ല, പ്രൈമറി oocyteനാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സെക്കൻഡറി oocyte ആയിട്ട് മാറുകയാണ് എവിടെ നടക്കുന്നത്, ഈ ടെർഷറി ഫോളിക്കിൾ. അപ്പൊ ഗ്രാഫിയൻ ഫോളിക്കിൾ സെക്കൻഡറിയേ ഉള്ളൂ. അതിനുശേഷം ആ സെക്കൻഡറി ആണ് ഓവുലേഷൻ രൂപത്തിൽ പുറത്തു വരുന്നത്, അല്ലാതെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അവിടെ നടക്കുന്നില്ല. അതിനുശേഷം ഓവുലേഷന് ശേഷം സ്പേം ആ ഓവത്തിൽ, അതായത് സെക്കൻഡറി oocyteൽ എൻറ്റർ ചെയ്താൽ മാത്രമേ അതിന് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുകയുള്ളൂ. അതിനുശേഷമാണ് അത് ഫങ്ഷണൽ ഓവമാവുന്നതും ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പൊ സെക്കൻഡറി oocyte അല്ലാതെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനും അല്ല. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ശരിയുണ്ട്, 1 2 3. സോ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 155. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 156 എടുക്കാം. യെസ്, മാച്ച് ചെയ്യാൻ. ഇത് നമ്മുടെ എവിടുത്തെ ക്വസ്റ്റ്യൻ ആണ്? ഇത് എവിടുത്തെ ക്വസ്റ്റ്യൻ ആണ്? ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് 156ലെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. എന്താ നോക്കൂ, മോൺസ് പ്യൂബിസ് എന്താ? മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞാൽ കുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ ആണ് അല്ലെ, അത് ശരി 2 ആണ്. അപ്പൊ നമുക്ക് തന്നെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു, 2 എന്നുള്ള ഓപ്ഷൻ തന്നെ കിട്ടി. എന്നാൽ നമുക്ക് നോക്കാം. ലാബിയ മജോറ. ലാബിയ മജോറ എന്ന് പറഞ്ഞാൽ ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ 1.
ലാബിയ മൈനോറ പെയർഡ് ഫോൾഡ് ഓഫ് ടിഷ്യൂ അണ്ടർ ലാബിയ മേജർ 4. പിന്നെ അതേപോലെ തന്നെ ഹൈമൻ മെംബ്രെയിൻ പാർഷ്യലി കവർ ദ വെജൈനൽ ഓപ്പണിംഗ് 3. സോ 2143 2 is the right option for question number 156. Okay, question number 157. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ എവിടെ നിന്ന് വന്നതാണ്? ഈ ക്വസ്റ്റ്യൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 157 നോക്കാം. ഇതും ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ശ്രദ്ധിച്ചാൽ ഉത്തരം കിട്ടും, അല്ലെ തെറ്റും. എന്താണ്? fill in the blanks and select correct option. By the end of dash of pregnancy fetus developed limbs and digits. അത് എപ്പോഴാ? അത് സെക്കൻഡ് മന്തിലാണ്. ഫസ്റ്റില് ഹാർട്ട്, സെക്കൻഡ് മന്തില് ലിംസ് ആൻഡ് ഡിജിറ്റ്സ്. അപ്പൊ ഫസ്റ്റ് മന്ത് അല്ല, സെക്കൻഡ് മന്ത്. അപ്പൊ 2, 3, 4 ആണ് ഉത്തരം വരിക. ഒന്ന് നോക്കണ്ട ഇനി ബൈ ദ എൻഡ് ഓഫ് ഡാഷ് ബോഡി ഈസ് കവേർഡ് ബൈ ഫൈൻ ഹെയർ, ഐലിഡ് സെപ്പറേറ്റ്, ഐ ലാഷസ് ആർ ഫോംഡ്. അത് 6th മന്തിലാണ്. പക്ഷെ 6th മന്ത് എന്നൊരു കാര്യം ഇതിനകത്ത് ഇല്ല. പക്ഷെ 6th മന്ത് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ട്രൈമെസ്റ്റർ ആണ്. ആദ്യത്തെ 3 മാസം ഫസ്റ്റ് ട്രൈമെസ്റ്റർ, 6ാമത്തെ മാസം 2ാം. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് ട്രൈമെസ്റ്റർ അല്ല, സെക്കൻഡ് ട്രൈമെസ്റ്റർ ആണ്, അല്ലെ? സെക്കൻഡ് അപ്പോൾ നമുക്ക് 3, 4 ഒതുക്കാം. 1, 2 അല്ല എന്ന് മനസ്സിലായി. അടുത്തത് ആഫ്റ്റർ ഡാഷ് ഓഫ് പ്രഗ്നൻസി ദ എംബ്രിയോ ഹാർട്ട് ഈസ് ഫോംഡ്. എംബ്രിയോയുടെ ഹാർട്ട് എപ്പോഴും ഉണ്ടാവുക? അത് ഫസ്റ്റ് ട്രൈമെസ്റ്ററിലല്ല, ഫസ്റ്റ് മന്തിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 4 എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 157 4 is the right answer. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 158 എന്താ? യെസ്, മാച്ച് ദ കോളം ആണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ABCD ഉണ്ട്, 4 എണ്ണം ഉണ്ട്. ഇതിൽ 158 നോക്കാം. FSH എന്താ ചെയ്യാം? FSH എന്ന് പറയുമ്പോൾ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഒരു പെൺകുഞ്ഞ് ജനിക്കുമുണ്ടാവുന്ന പ്രൈമറി, സെക്കൻഡറി ആവാനും ടെർഷറി ആവാനും ഗ്രാഫിയൻ ഫോളിക്കിൾ ആവാനും സഹായിക്കുന്നത് FSH ആണ്. അതുകൊണ്ട് മാച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി ടെർഷറി, അതിന്ന് ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാവണമെങ്കിൽ FSH വേണം. സോ 5 വരും. പിന്നെ അടുത്തതോ LH എന്താ ചെയ്യുക? LH ഡെവലപ്മെന്റ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. കാരണം LHന്റെ ഫലമായിട്ടാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി ഓവുലേഷൻ നടക്കുന്നത്. അതിനുശേഷം കുറച്ച് സമയത്തെ കോർപ്പസ് ലൂട്ടിയത്തെ നിലനിർത്തുന്നത് LH ആണ്. അതും ശരി. പിന്നെ അടുത്തത് എന്താ വരുന്നത്? പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുന്നു? പ്രൊജസ്ട്രോൺ ഈസ് ദ പ്രഗ്നൻസി ഹോർമോൺ. സോ പ്രിപ്പയർ എൻഡോമെട്രിയം ഫോർ ഇൻപ്ലാന്റേഷനെ സഹായിക്കുന്നു, പ്രഗ്നൻസിയെ പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ ഈസ്ട്രോജൻ ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, സ്ത്രൈണ സ്വഭാവത്തിന് കാരണം. അപ്പം 5, 4, 1, 2 5, 4. So 1 is the right answer for question number 158. ഇനി question number 159 എടുത്താലോ നമുക്ക്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. അടുത്തത് 159. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്? ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ക്വസ്റ്റ്യൻ അല്ലേ? ആർട്ടിഫിഷ്യൽ നമ്മുടെ ആർട്ടിലൊക്കെ വരുന്നതാണ്. AI semen collected from husband or donor artificially introduced either into the vagina or into the uterus. Correct ആണ്. Gift, transfer of embryo with more than 8 blastomere in the fallopian tube. ഇത് തെറ്റാണ്. ഗാമറ്റിനെയാണ്, അല്ലാതെ എംബ്രിയോനൊന്നും അല്ല. ഇത് IVF അല്ല, ഇതെന്താണ്? ഇൻ വൈവോ ആണ്. അതുകൊണ്ട് ഗാമറ്റിനെയാണ് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് തെറ്റാണ്. ICSI sperm is directly injected into the ovum. ശരിയാണ്. IUT transfer of embryo with more than 8 blastomeres after in vitro fertilization into the uterus. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് റോങ്ലി ആയിട്ടുള്ളത് 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 159 2 is the right answer. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 160 എടുത്താലോ നമുക്ക്? മോറുല ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. മോറുല ഇസ് ദ ഡെവലപ്മെന്റൽ സ്റ്റേജ്. നമുക്കറിയാം, ആദ്യം ഉണ്ടാവുന്നത് സൈഗോട്ട്, ഫെർട്ടിലൈസേഷൻ ആദ്യം ഉണ്ടാവുന്നത് സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുണ്ടാവുന്നത് മോറുല കഴിഞ്ഞാൽ ബ്ലാസ്റ്റുല, അത് കഴിഞ്ഞിട്ടാണ് ഗ്യാസ്ട്രുല. അപ്പോൾ എവിടെയായിരിക്കും മോറുല ഉണ്ടാവുക? അതായത് ബിറ്റ്വീൻ സൈഗോട്ട് ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലേ? ആദ്യം ഉണ്ടാവുന്നത് സൈഗോട്ട്, പിന്നെ ഉണ്ടാവുന്നത് മോറുല, പിന്നെ ബ്ലാസ്റ്റുല അഥവാ ബ്ലാസ്റ്റോസിസ്റ്റ്, പിന്നെയാണ് ഗ്യാസ്ട്രുല. അപ്പോൾ ബിറ്റ്വീൻ സൈഗോട്ട് ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്.
അല്ലാതെ ബിറ്റ്വീൻ ബ്ലാസ്റ്റോസിസ്റ്റ് ആൻഡ് ഗാസ്ട്രുല അല്ല. പോലെ ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ അല്ല. കാരണം ബ്ലാസ്റ്റുലയാണ് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് അറ്റാച്ച് ചെയ്യുക, അതിനുശേഷമല്ല മോറുല ഉണ്ടാവുക. ബിറ്റ്വീൻ ഇംപ്ലാന്റേഷൻ ആൻഡ് പാർച്ചുറേഷനും അല്ല. ആദ്യം നിങ്ങൾക്കറിയണം ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബിലാണ്, ആംബ്യുലർ റീജിയനിലാണ്. ഏകദേശം ഇനിഷ്യൽ മോറുല എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക? ഫെലോപ്പിയൻ ട്യൂബിന്റെ ലാസ്റ്റ് പാർട്ടിലാണ്, ഇസ്തമസ് റീജിയനിലാണ്. അത് കഴിഞ്ഞിട്ട് ലേറ്റ് മോറുല ഉണ്ടാവുന്നത് യൂട്രസിലാണ്. അതിനുശേഷമാണ് ഇംപ്ലാന്റേഷൻ നടക്കുക. സോ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 160. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതും ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 161 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഇസ് നോട്ട് സെക്രീഡ് ബൈ പ്ലാസെന്റ? പ്ലാസെന്റയുടെ ഹോർമോൺ അല്ലാത്തത് ഏത്? ഇത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒരു ക്വസ്റ്റ്യൻ. HCG പ്ലാസെന്റയുടെ ഹോർമോൺ ആണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ LH പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. LH-ഉം FSH-ഉം ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഹോർമോണുകളാണ്. അതുകൊണ്ട് 161 ക്വസ്റ്റ്യനിലെ ചോദിക്കാം നോട്ട് എ ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് 4 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 161 4 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 162 എടുക്കാം. സെമിനൽ പ്ലാസ്മ, ഇതും ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ. സെമിനൽ പ്ലാസ്മ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ സെമൻ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ 70% സെമിനൽ വെസിക്കിൾ ആണ്, 20-25% പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്, യുറേത്രയ്ക്ക് റോൾ ഇല്ല, ലെസ് പെർസെന്റേജ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഏതൊക്കെ അതിൽ വരിക? 1, 2, 4. 1, 2, 4 2 is the right answer. യുറേത്രയ്ക്ക് അതിന് റോൾ ഇല്ല. So question number 162 2 is the right answer. Question number 163 urethral meatus refers to human reproduction മറ്റൊരു ക്വസ്റ്റ്യൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. യുറേത്രൽ മീറ്റസ് എന്ന് പറഞ്ഞ എന്താണ്? പെനീസിന്റെ എൻഡിൽ കാണുന്ന ഓപ്പണിംഗ് ആണ്. അപ്പോൾ യുറിനോജനൈറ്റൽ ഡക്റ്റ് അല്ല, അത് യുറേത്രയാണ്. പിന്നെ ഓപ്പണിംഗ് ഓഫ് വാസ് ഡെഫറൻസ് ഇൻ ടു യുറേത്രയും അല്ല, എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് ദ യുറിനോജനൈറ്റൽ ഡക്റ്റ് ആണ്. ഈ യുറേത്ര പെനിസിലൂടെ ആ പെനൈൽ യുറേത്രയെ വന്ന് പുറത്തേക്ക് തുറക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ് യുറേത്രൽ മീറ്റസ്, അത് മസിലും അല്ല. So 3 is the right answer for question number 163. It's a very simple question. 163 3 is the right answer. ഇനി question number 164 നമുക്ക് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷനില് നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത് അല്ലെ. എല്ലാ ക്വസ്റ്റ്യനും ഇൻഡയറക്റ്റ് വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രോലിഫറേറ്റീവ് ഫേസ് നമ്മൾ എന്താ പറയുക? ഫോളിക്കുലാർ ഫേസ് എന്ന് പറയും. സെക്രീറ്ററി ഫേസിനെ എന്ത് പറയും? ലൂട്ടിയൽ ഫേസ് എന്ന് പറയും. മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയം ആണ്, ലൈനിങ്. അപ്പൊ അതുകൊണ്ട് 231 1 is the right answer for question number 165. ഓക്കെ, ഇനി question number 164 അല്ലേ? 1 is the right answer. ഇനി question number 165 എടുക്കാം. മാച്ച് ദ ഫോളോയിങ് കോളം. ഇതും ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ യൂട്രസിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ABC. പെരിമെട്രിയം, പെരി മീൻസ് ഔട്ട്സൈഡ് ആണ്. സോ എക്സ്റ്റേണൽ തിൻ മെംബ്രെയിൻ ഓഫ് ദ യൂട്രസ് ആണ്. ദെൻ എൻഡോ മീൻസ് ഉള്ളിലാണ്. അപ്പം ഇന്നർ ഗ്ലാൻഡുലാർ ലെയർ ഓഫ് യൂട്രസ് ആണ്. മയോ, അത് മസിൽ കൊണ്ടുണ്ടാക്കിയ മിഡിൽ ലെയർ ആണ്. സോ മിഡിൽ തിക് 3 വരും. 2 1 3 2 1 3. So 1 is the right answer for question number 165. കുറെ ക്വസ്റ്റൻ ഒക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റൻ ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റൻ നമ്പർ 166 എടുക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നോക്കാം. ആൻഡ്രോജൻ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സെർട്ടോളി സെൽ. തെറ്റല്ലേ? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. ആൻഡ്രോജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലീജിക് സെൽ ആണ്. സെർട്ടോളി സെൽ പ്രൊവൈഡ് നറിഷ്മെന്റ് ആണ്. ദെൻ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ is not a reliable indicator of virginity. അത് ശരിയാണ്. ലീഡിക് സെൽ സിന്തസൈസ് ആൻഡ്രോജൻ, അതാണ് ശരി. സെർട്ടോളി സെൽ അല്ല. ഊജനസിസ് ടേക്ക് പ്ലേസ് ഇൻ ദ കോർപ്പസ് ലൂട്ടിയം അല്ല, അല്ലേ? അപ്പം ഊജനസിസ് നടക്കുന്നത് കോർപ്പസ് ലൂട്ടിയത്തിലാണോ? ഊജനസിസ് നടക്കുന്നത് കോർപ്പസ് ലൂട്ടിയം അല്ല. കാരണം എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഓവറിക്കുള്ളില് സാധാരണ നമ്മളെ മദർ സെല്ലില് ആണ് ഊജനസിസ് നടന്നിട്ട് അതിന്ന് ആ ഒരു ഊജനസിസ് ഫോർമേഷൻ ഓഫ് ഓവം ഉണ്ടായി. ആ ഓവം പുറത്തു കഴിഞ്ഞിട്ടുള്ള ലെയറിന്റെ പേരാണ് നമ്മൾ എന്ത് പറയാ? ശരിക്കും ഊജനസിസ് നടക്കുന്നത് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണ്, കോർപ്പസ് ലൂട്ടിയത്ത് എന്നല്ല. അപ്പൊ അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാ? ആദ്യത്തേത് എന്താ?
ആദ്യത്തത് തെറ്റാണ്, രണ്ടാമത്തത് ശരിയാണ്, മൂന്നാമത്തത് ശരിയാണ്, നാലാമത്തത് തെറ്റാണ്. അപ്പോൾ ഫാൾസ് ട്രൂ ട്രൂ ഫാൾസ് എന്ന് പറയുമ്പോൾ 3 is the right answer for question number 166. Question number 167 എടുത്താലോ? How many egg do you think? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. How many egg do you think would have been released by human ovary if the mother give birth to identical twins? Identical twins എങ്ങനെയാ ഉണ്ടാവുക? ഐഡന്റിക്കൽ ട്വിൻസ് മോണോസൈഗോട്ടിക് ട്വിൻസ് ആണ്. ഐഡന്റിക്കൽ അപ്പൊ ഒരൊറ്റ സൈഗോട്ടേ ഉള്ളൂ. ഒരു സൈഗോട്ട് ഉണ്ടാവണമെങ്കിൽ ഒരു ഓവവും ഒരു സ്പേമേ ഉള്ളൂ. അത് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ് മോണോസൈഗോട്ടിക്. എന്നാൽ 2 സൈഗോട്ട് ഉണ്ടായി രണ്ടും വേറെ വേറെ വളരുന്നതാണ് ഡൈസൈഗോട്ടിക്. അതാണ് നോൺ ഐഡന്റിക്കൽ ഫ്രറ്റേണൽ ട്വിൻസ് എന്ന് പറയാം. അവിടെ 2 ഓവും 2 സ്പേമും വേണം. പക്ഷെ ഇവിടെ ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒറ്റ സൈഗോട്ട, മോണോസൈഗോട്ടിക് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പേമും ഒരു ഓവം മതി. 1 ഫെർട്ടിലൈസ്ഡ് ബൈ 2 സ്പേം അല്ല, 2 ഫെർട്ടിലൈസ്ഡ് ബൈ ഡിഫറെന്റ് സ്പേം അല്ല, 1 ഫെർട്ടിലൈസ്ഡ് ബൈ സിംഗിൾ സ്പേം ആണ്. 2 അല്ല, ഒറ്റ ഓവം ഒരു സ്പേം ഒരു സൈഗോട്ട്, അത് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടാവുന്നതാണ് ഐഡന്റിക്കൽ ട്വിൻസ് അഥവാ മോണോസൈഗോട്ടിക് ട്വിൻസ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 167, 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 168 എടുക്കാം നമുക്ക്. അപ്പൊ ഇതൊക്കെ എവിടുന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്? ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. ഇനി 168ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ വന്ന അതേ സ്റ്റൈലിലാണ്. നോക്കാം. മിഡിൽ പീസ് ഓഫ് സ്പെർമറ്റോസോവ ഈസ് ടേംഡ് ആസ് പവർ ഹൗസ് ഓഫ് സ്പെർമറ്റോസോവ. ശരിയാണ്, കാരണം അവിടെയാണ് മൈറ്റോകോൺട്രിയ ഉള്ളത്, എനർജി ഉള്ളത്. അത് ശരിയാണ്. വാസ് ഡെഫറൻസ് ജോയിന്റ് ഫ്രം എ ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിൾ ടു ഫോം വാസ എഫറൻഷ്യ. തെറ്റല്ലേ? വാസ് ഡെഫറൻസ് ജോയിന്റ് വിത്ത് എ ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിൾ ടു ഫോം ഇജാക്കുലേറ്ററി ഡക്ട് ആണ്, വാസ എഫറൻഷ്യ അല്ല. അത് തെറ്റാണ്. സമൻ ഈസ് ദ കളക്ഷൻ ഓഫ് സെക്രീഷൻ ഓഫ് സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് കൂപ്പേഴ്സ് ഗ്ലാൻഡ് ആൻഡ് ഓൾസോ സ്പേം. ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തത് ട്രൂ ആണ്, രണ്ടാമത്തത് ഫോൾസ് ആണ്, മൂന്നാമത്തത് ട്രൂ ആണ്. സോ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 168. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 169 എടുത്താലോ? ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫോർ പ്ലാസെന്റ. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ്, പ്ലാസെന്റ. ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു എംബ്രിയോ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഓക്സിജനും ന്യൂട്രിയന്റും എത്തിക്കുന്നു. കറക്റ്റ്. ഇറ്റ് ഈസ് കണക്റ്റഡ് എംബ്രിയോ ത്രൂ അംബിലിക്കൽ കോഡ്. പ്ലാസെന്റ ഫീറ്റസുമായി കണക്ട് ചെയ്യുന്നത് അംബിലിക്കൽ കോഡ്, പൊക്കിൾ കൊടി വഴിയാണ്. ശരി. ഇറ്റ് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽ പ്രൊഡ്യൂസ്ഡ് ബൈ എംബ്രിയോ ടു ദ മദേഴ്സ് ബ്ലഡ്. ശരി. അപ്പൊ എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദീസ് ആർ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 169. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 170 എടുത്താലോ? ഈ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 170 ക്വസ്റ്റ്യനും ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഈച്ച് ടെസ്റ്റിസ് ഹാസ് അബൌട്ട് 25 കമ്പാർട്ട്മെന്റ് കോൾഡ് ടെസ്റ്റിക്കുലർ ലോബ്. തെറ്റല്ലേ? അറൌണ്ട് 250 കമ്പാർട്ട്മെന്റ്സ് ആണ്. അത് തെറ്റാണ്. ഈച്ച് ടെസ്റ്റിക്കുലർ ലോബ് കണ്ടെയ്ൻ 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ വേർ സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ്. ശരി. സർട്ടോളി സെൽ ആക്ട് ആസ് നെർവ് സെൽ, ദേ പ്രൊവൈഡ് നറിഷ്മെന്റ്. ശരി. സർട്ടോളി സെൽസ് ആർ ആക്ടിവേറ്റഡ് ബൈ FSH, ഫോളിക്കിൾ സെക്രീറ്റഡ് ബൈ അഡിനോ. ഇത് ശ്രദ്ധിക്കണം, ന്യൂറോ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അഡിനോ ഹൈപ്പോഫൈസിസ് ആണ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അത് ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻകറക്റ്റാ ചോദിച്ചത്. ഇൻകറക്റ്റ് ഏതെന്നാണ്, തെറ്റുള്ളത് ഏത്? ആകെ തെറ്റുള്ളത് 1 മാത്രമാണ്. അതുകൊണ്ട് ഓൺലി 1 എന്നുള്ള ഓപ്ഷൻ 2 ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 172 ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 171 എടുത്താലോ? അസർഷൻ റീസൺ ആണ്. ഇതും ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ബ്രസ്റ്റ് ഫീഡിംഗ് ഡ്യൂറിംഗ് ദ ഇനിഷ്യൽ പീരീഡ് ഓഫ് ഇൻഫാന്റ് ഗ്രോത്ത് ഈസ് റെക്കമെൻഡഡ്. അതായത് തുടക്കത്തിൽ കുഞ്ഞിന് എന്തായാലും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യണം. ശരി. എന്തുകൊണ്ട്? ആ സമയത്തുണ്ടാവുന്നത് കൊളസ്ട്രോം ആണ്. കൊളസ്ട്രോം കണ്ടെയ്ൻ സെവറൽ ആന്റിബോഡി. ആന്റിജൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സെവറൽ ആന്റിബോഡി ലൈക്ക് IgA which is essential to render immunity in newborn, to improve the immunity. ശരിയാണ്. രണ്ടും കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. സോ 1 is the right answer for question number 171. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 172 എടുക്കാം. ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്.
What is the approximate world population in 1900 and 2000 അല്ല 2011 റെസ്പെക്റ്റീവ്ലി? അപ്പോൾ നമുക്കറിയാം വേൾഡ് പോപ്പുലേഷൻ 1900 2 ബില്യൺ ആയിരുന്നു. ആകെ ഒറ്റ ഓപ്ഷൻ അതിനകത്തുള്ളൂ 2 ബില്യൺ. 2000 ആയപ്പോഴത്തേക്ക് അത് 6 ബില്യൺ ആയി, 3 ഇരട്ടിയായി. അത് 2011 ആയപ്പോൾ 7.2 ബില്യൺ ആയി. അപ്പൊ അത് ശരിയാണ്. ആകെ 1 ബില്യനും അല്ല 3 അല്ല 4 അല്ല 2 ബില്യൺ. ഇത് കറക്റ്റ് വേറെ നമുക്ക് 2 ബില്യൺ കൺഫ്യൂഷൻ ഇല്ല ഇതിൽ. ക്വസ്റ്റ്യൻ നമ്പർ 172 2 is the right answer. It's a question from reproductive health. ഇനി അടുത്ത് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 173. How are oral contraceptive pills typically taken during menstrual cycle? റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് മെൻസ്ട്രൽ സൈക്കിൾ സമയത്ത് എങ്ങനെയാണ് നമ്മളൊരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസുകൾ OCP അല്ലെ നമ്മൾ എങ്ങനെയാണ് എടുക്കുക? ഡെയിലി ഫോർ എൻറ്റയർ മന്ത് അല്ല, 1 ടാബ്ലറ്റ് ഇൻ എ വീക്ക് അല്ല, എന്താ ഡെയിലി ഫോർ 21 days ആൻഡ് ദർ ഇസ് എ ഗ്യാപ്പ് ഓഫ് 7 days. അതല്ലേ ഉത്തരം. ആസ് എ സിംഗിൾ ഡോസും അല്ല. നമുക്ക് 21 ദിവസം പിന്നെ 7 ദിവസം ഗ്യാപ്പ് ഇടാം. ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഗ്യാപ്പിൽ അത് ഉപയോഗിക്കാതിരിക്കാം. അപ്പൊ അതുകൊണ്ട് എന്താണ് 3 is the right answer. Question number 173. 3 is the right answer. Okay. Any question number 174. What is the primary mode of action of steroidal oral contraceptive pills? ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ക്വസ്റ്റ്യൻ അല്ലേ. പ്രൈമറി മോഡ് ഓഫ് ആക്ഷൻ ഓഫ് സ്റ്റിറോയിഡൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. ഇത് എന്താണ് ചെയ്യുക? ഇൻഹിബിറ്റിംഗ് ഓവുലേഷൻ ആൻഡ് ഇൻപ്ലാന്റേഷൻ ആണ്. സർവിക്കൽ മ്യൂക്കസിന്റെ ക്വാളിറ്റി മാറ്റുന്നു, ഓവുലേഷനും ഇൻപ്ലാന്റേഷനും തടയുന്നു. അത് പിൽസ് ആവുമ്പോൾ ഓവുലേഷൻ തടയുന്നു, അതേ സമയത്ത് ഹോർമോണൽ IUD ആകുമ്പോൾ ഓവുലേഷൻ തടയുന്നില്ല. കാരണം പ്രൊജസ്ട്രോൺ ലെവൽ കൂടുതലാണ് പിൽസിൽ. പിന്നെ അതേപോലെ ബ്ലോക്കിംഗ് ഓഫ് ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് അല്ല, അത് സഹേലിയുടെ റോളാണ്. സപ്രസിംഗ് ദ സ്പേം മോട്ടിലിറ്റി അല്ല, അത് കോപ്പർ റിലീസിംഗ് IUDയുടെ ജോലിയാണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഉള്ള ഒരു IUDയുടെ ജോലിയാണെങ്കിലും ലിപ്സ് ലൂപ്പ് ഉള്ള നോൺ മെഡിക്കേറ്റഡ് ജോലി കൂടിയാണ്. സോ 1 is the right answer. Question number 174. 1 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 175 എടുക്കാം. ഇത് എവിടുന്ന് വന്നാണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അടുത്തത് ഇതും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് ഡയഫ്രം, സർവിക്കൽ ക്യാപ്പ് ആൻഡ് വാൾവ് ഇൻ കോൺട്രാസെപ്ഷൻ? ഇവരൊക്കെ ആരാണ്? പ്രിവെന്റിംഗ് ദ എൻട്രി ഓഫ് സ്പേം ത്രൂ വെജൈനയാണോ? കാരണം ഇതൊക്കെ സർവിക്കൽ ക്യാപ്പും അതേപോലെ തന്നെ വോൾസും ഡയഫ്രം ഒക്കെ സ്ത്രീയുടെ സർവിക്സിനെ കവർ ചെയ്യുന്നതാ. അപ്പൊ ഇൻസെമിനേഷൻ നടക്കുന്നത് വെജൈനയിലാണ്. അപ്പൊ വെജൈനയിൽ തടയുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷെ പ്രിവെന്റിംഗ് ദ എൻട്രി ഓഫ് സ്പേം ത്രൂ സർവിക്സ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. സർവിക്സിൽ നിന്ന് വെജൈനയിൽ എത്തുന്ന സ്പേം സർവിക്സിൽ നിന്ന് അങ്ങോട്ട് പോകില്ല എന്നുള്ളതാണ്, അത് ശരിയാണ്. ഓൾട്ടർ എൻഡോമെട്രിയൽ ക്വാളിറ്റിയോ സ്പേം മോട്ടിലിറ്റിയോ ഒന്നും അല്ല. ഇതൊക്കെ ഡയഫ്രം, ഇതൊക്കെ എന്താണ്? ബാരിയേഴ്സ് ആണ്. ബാരിയേഴ്സ് എന്തായാലും എവിടെ എത്തുന്നുണ്ട്? എക്സെപ്റ്റ് കോണ്ടം ഒഴിച്ചുള്ള ബാരിയേഴ്സ് ഒക്കെ തന്നെ ഇൻസെമിനേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സർവിക്സിൽ നിന്ന് പോകുന്നില്ല എന്നേ ഉള്ളൂ. സോ 2 is the right answer for question number 175. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 176 എടുത്താലോ. അമിനോറിയ അല്ലെ. അമിനോറിയ ഇസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസ് മെൻസ്ട്രുവൽ ബ്ലീഡിംഗ്. ഇത് ശരിയോ തെറ്റോ? അമിനോറിയ എന്ന് പറയുന്നത് അമിനോറിയ ആണ്, ലാക്ക് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ ആണ്, അല്ലാതെ എക്സസീവ് മെൻസ്ട്രുവൽ ബ്ലീഡിംഗ് അല്ല. മെൻസ്ട്രുവൽ ബ്ലീഡിംഗ് ഇല്ല എന്നുള്ളതാണ്. ദെൻ മെൻസ്ട്രുവൽ സൈക്കിൾ ഡിസോർഡേഴ്സ് ക്യാൻ ബി കോസ്ഡ് ബൈ ഹോർമോണൽ ഇൻബാലൻസ് ആവാം, സ്ട്രെസ് ഓർ സർട്ടൻ മെഡിക്കൽ കണ്ടീഷൻ ആവാം. അത് ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സോ 1 is the right answer for question number 176. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 177 എടുക്കാം. ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ക്വസ്റ്റ്യൻ അല്ലേ. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഏതൊക്കെ ശരിയുണ്ട് നോക്കാം. IUT, ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ. എംബ്രിയോ ട്രാൻസ്ഫർ ടു ദ ഫെലോപ്പിയൻ ട്യൂബ് ആഫ്റ്റർ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലേ. അതായത് ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ആണ്. നോക്കാം. IUT, ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ, എംബ്രിയോ ഇസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്. തെറ്റല്ലേ? ഫെലോപ്പിയൻ ട്യൂബിലാണോ
യൂട്രസിലല്ലേ, അതുകൊണ്ടല്ലേ യു എന്ന് വന്നത്. ദെൻ ഗിഫ്റ്റ് സൈഗോട്ട് ഇൻട്രോഡ്യൂസ് ദ ഫെലോപ്പിയൻ ട്യൂബ് അല്ല, ഗിഫ്റ്റില് ഗാമറ്റ് ആണ്, സൈഗോട്ട് അല്ല. ഇറ്റ് ഈസ് നോട്ട് IVF. പക്ഷേ AI ടേക്കിംഗ് സെമൻ ഫ്രം ഡോണർ ആൻഡ് ട്രാൻസ്ഫർ ദ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട് ശരിയാണ്. സ്വിഫ്റ്റ് സൈഗോട്ട് ഇൻസേർട്ട് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ് ശരിയാണ്. ആഫ്റ്റർ IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ വൺ സ്പേം ട്രാൻസ്ഫർ ടു ഓവം, ദാറ്റ് ഈസ് ICSI, അതും ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ശരിയുള്ളത് 3, 4, 5 സോ 3 is the right answer. 3 is the right answer for question number 177. Okay, ഇനി question number 178 എടുക്കാം. What is true for surgical method of contraception? എന്താണ് ശരി സർജിക്കൽ മെത്തേഡിൽ? ഓൾസോ കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്നാണ് പറയുക അതിനെ. സർജിക്കൽ ശരിയാണ്. ടെർമിനൽ മെത്തേഡ് ആണ്, കാരണം അത് അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ ആണ്. പിന്നെ ബ്ലോക്ക് ഗമറ്റ് ട്രാൻസ്പോർട്ട് ബ്ലോക്ക് ചെയ്യുന്നു ശരിയാണ്. കോൾഡ് വെസക്ടമി ഇൻ മെയിൽ ആൻഡ് ടുബക്ടമി ഇൻ ഫീമെയിൽ, അതും ശരിയാണ്. ഹൈ റിവേഴ്സിബിലിറ്റി ആൻഡ് കോൺട്രാസെപ്റ്റീവ് എഫക്ട്, ഹൈ റിവേഴ്സിബിലിറ്റി തെറ്റാണ്, പുവർ റിവേഴ്സിബിലിറ്റി ആണ്, ഹൈ എന്നുള്ളത് തെറ്റാണ്. ഇറിവേഴ്സിബിൾ ആണ് ഓൾമോസ്റ്റ് അത്. പിന്നെ കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ തെറ്റിപ്പോയി. ശരിയുള്ളത് 1, 2, 3, 4. സോ 1, 2, 3, 4, 3 is the right answer for question number 178. ഓക്കെ, ഇനി ക്വസ്റ്റൻ ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ അടുത്ത ക്വസ്റ്റൻ നോക്കാം. ദ ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ, ഇതും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്താ വരുന്നത്? ക്യാൻ ബി യൂസ്ഡ് ബൈ മെയിൽ ഓൺലി. ബാരിയേഴ്സ് മെയിലിന് മാത്രമാണോ? ക്യാൻ ബി യൂസ്ഡ് ബൈ മെയിൽ ആൻഡ് ഫീമെയിൽ. കാരണം കോണ്ടം ഈസ് ദ ബാരിയർ യൂസ്ഡ് ബൈ മെയിൽ. കോണ്ടം, സർവിക്കൽ ക്യാപ്, വോൾസ് ആൻഡ് അല്ലേ, ഡയഫ്രം, ഓൾ ദീസ് ആർ ദ ബാരിയേഴ്സ് യൂസ്ഡ് ബൈ ഫീമെയിൽ. അതുകൊണ്ട് മെയിൽ ഓൺലി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പ്രിവെന്റ് ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവം, അവർ തമ്മിലുള്ള ആ മീറ്റിങ്ങിനെ തടയുന്നു ശരിയാണ്. ഡയഫ്രം, വോൾസ് ആൻഡ് സർവിക്കൽ ക്യാപ് ആർ ഫീമെയിൽ ബാരിയേഴ്സ്, അത് ഫീമെയിലിന് മാത്രം ഉപയോഗിക്കുന്നതാണ് ശരിയാണ്. അപ്പോൾ ഇതില് എന്താ ചോദിച്ചത്? മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, കറക്റ്റ് ആണ് ചോദിച്ചത്. അതിൽ ഏതൊക്കെയാ ശരിയല്ല? ബിയും സിയും. B and C are correct. 3 is the right answer. Question number 179. And നമുക്ക് ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസസ് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഡിക്ലൈൻ. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴാണ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ കുറയുക? ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ കൂടുകയല്ല, അതായത് പോപ്പുലേഷൻ കൂടുകയല്ല, കുറയുക എപ്പോഴാണ്? ഇൻക്രീസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ് വന്നാൽ എന്താണ് സംഭവിക്കുക? ഇൻക്രീസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഏജ് വന്നാൽ പോപ്പുലേഷൻ കൂടുകയാണ് ചെയ്യുക. ഡിക്രീസ് ഇൻഫാന്റ് മോർട്ടാലിറ്റിയും മെറ്റേണൽ മോർട്ടാലിറ്റിയും ഒക്കെ കുറഞ്ഞാൽ ഗ്രോത്ത് കൂടുകയാണ് ചെയ്യുക. ഇൻക്രീസ്ഡ് മെറ്റേണൽ മോർട്ടാലിറ്റി, അതല്ലേ ഉത്തരം? ഈ മോർട്ടാലിറ്റി, ഇൻക്രീസ്ഡ് മോർട്ടാലിറ്റി, അമ്മമാര് മരിക്കുന്നത് കൂടിയാൽ എന്താവും? ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഡിക്ലൈൻ ആവും, കാരണം പോപ്പുലേഷൻ ഗ്രോത്ത് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. കറക്റ്റാ ചോദിച്ചത്, സി മാത്രമാണ്. ഓൺലി സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓൺലി സി എന്നുള്ള ഓപ്ഷൻ 3 ആണ്. സി മാത്രമാണ് ഇതിൽ കറക്റ്റ്. കാരണം ഇത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഡിക്ലൈൻ ആണ്, കുറയുന്നതാണ് ചോദിച്ചത്, അല്ലാതെ കൂടിയതല്ല. അതുകൊണ്ട് തന്നെ 3 is the right answer for question number 180. അപ്പൊ നമുക്ക് 180ൽ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് സി ഓൺലി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഡിസ്കഷനിൽ വന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പലതും. ചില ക്വസ്റ്റ്യൻ മാത്രം നമുക്കൊരു ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. എന്തായാലും ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലും നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കരുത്. ഒരിക്കൽ കൂടെ പറയുന്നു, ആ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മളത് വീണ്ടും തെറ്റ് ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.